നോക്കാം ആദ്യം പ്രധാന വാർത്ത. ആശാ വർക്കേഴ്സിന് സമരം തീർക്കാൻ ഇടപെടണമെന്ന LDF യോഗത്തിൽ ഘടകകക്ഷികൾ. കേന്ദ്രം അനുകൂലമായി പ്രതികരിക്കട്ടെ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. ആശാമാരുടെ നിരാഹാര സമരത്തിന് പിന്തുണയുമായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF MLA-മാരുടെ മാർച്ച്. JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് വീണ ജോർജിന് അനുമതിയില്ല. നിവേദനം സമർപ്പിച്ചെന്ന് ആരോഗ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച നിലപാടിൽ ഉറച്ച ഡോക്ടർ ശശി തരൂർ MP. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്ന് തരൂർ 24-നോട്. തരൂരിന്റെ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്കും ഘടകകക്ഷികൾക്കും അതൃപ്തി. മോദി സ്തുതിയായി കാണേണ്ടെന്ന് K. മുരളീധരൻ. മുതിർന്ന നേതാവ് K. ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത CPI. തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. നടപടി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി P. രാജുവിന്റെ മരണത്തെ തുടർന്നുള്ള വിവാദ പ്രസ്താവനയിൽ. K. ഇസ്മായിൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് ബിനോയ്. നേതൃത്വം ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് K. ഇസ്മായിൽ 24-നോട്. കണ്ണൂർ കൈതപ്രത്ത് അരുംകൊല. 49-കാരനെ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് കൈതപ്രം സ്വദേശി രാധാകൃഷ്ണൻ. പ്രതി സന്തോഷ് പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതക കാരണം വ്യക്തിവൈരാഗ്യമെന്ന് പ്രാഥമിക നിഗമനം. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ്. കൃത്യത്തിന് തൊട്ടു മുമ്പ് കൊലപാതകം നടത്തുമെന്ന സൂചന നൽകിയ പ്രതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പേർ കുറ്റക്കാർ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞെന്ന് കോടതി. 9 പേരെ വെറുതെ വിട്ടു. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകൾ. ശിക്ഷാവിധി മറ്റന്നാൾ. എറണാകുളം കുറുപ്പമ്പടിയിൽ 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ പീഡനത്തിനിരയായി. 2 വർഷം കുട്ടികളെ പീഡിപ്പിച്ചത് മാതാവിന്റെ ആൺസുഹൃത്ത്. അയ്യമ്പുഴ സ്വദേശി ധനേഷ് കസ്റ്റഡിയിൽ. കൂട്ടുകാരെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടെന്ന് പെൺകുട്ടികളുടെ മൊഴി. വിവരം പുറത്തായത് പീഡനത്തിനിരയായ കുട്ടി സഹപാഠിക്ക് അയച്ച കത്തിലൂടെ. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 2ഇടങ്ങളിലുണ്ടായ ഏറ്റുമുട്ടൽ. 30 മാവോയിസ്റ്റുകളെ വധിച്ചു. 1 ജവാന് വീരമൃത്യു. മാവോയിസ്റ്റുകളിൽ നിന്ന് വൻ ആയുധശേഖരം കണ്ടെടുത്തു. സുരക്ഷാ സേനയെ അഭിനന്ദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നക്സൽ മുക്ത ഭാരതം ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പെന്ന് അമിത്ഷാ. 24 ഇംപാക്ട്. തൃശൂർ വടക്കാഞ്ചിയിൽ രോഗബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ സാമൂഹികനീതി ഓഫീസർക്കും പോലീസിനും നിർദ്ദേശം. 68-കാരിയായ കാളി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ്. കോഴിക്കോട് പേരോട് MIMHSSൽ +1 വിദ്യാർത്ഥിക്ക് മർദ്ദനം. 4 +2 വിദ്യാർത്ഥികൾക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തു. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല, താടി കളഞ്ഞില്ല എന്നൊക്കെ ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പരാതി. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി. വിചാരണ മാറ്റുന്നതിനെ ശക്തമായി എതിർത്ത് സംസ്ഥാന സർക്കാർ. ബംഗളൂരുവിലേക്ക് വിചാരണ മാറ്റണമെന്ന EDയുടെ ഹർജിയിൽ വിശദവാദം 2 ആഴ്ചയ്ക്ക് ശേഷം. മലപ്പുറം എടപ്പാളിൽ കോടികളുടെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ്. ജ്വല്ലറി ഉടമകളായ 2 പേർ അറസ്റ്റിൽ. ഒരാളെ കസ്റ്റഡിയിലെടുത്തു. അയലക്കാട് സ്വദേശി അബ്ദുറഹ്മാൻ, വെങ്ങിനിക്കര സ്വദേശി അബ്ദുൽ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പേർ വിദേശത്തേക്ക് കടന്നതായി സൂചന. എടപ്പാളിലെ ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത്. 3 വർഷത്തിനിടെ സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് 230 പേർ. കാന, കാട്ടുപന്നി, കടുവ, കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 115 പേർ. 4313 പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ. എറണാകുളം കരുമാലൂരിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പരാതി. രാവിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ വയോധികനാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് ലഭിച്ചത്. ഡോക്ടറോട് വിവരം അറിയിച്ചപ്പോൾ മരുന്ന് കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അറിയിച്ചുവെന്ന് പരാതിയിൽ. വിവരമറിഞ്ഞ് ചോദിക്കാനെത്തിയ പഞ്ചായത്ത് അംഗത്തോട് ഡോക്ടർ മോശമായി പെരുമാറിയെന്നും ആക്ഷേപം. നിലമ്പൂർ എടക്കരയിൽ DRI പിടികൂടി ആനക്കൊമ്പുകൾ കരുളായ ഉൾവനത്തിൽ നിന്ന് ലഭിച്ചത്. കടയുടമ മുഹമ്മദ് കബീറിന് കൈമാറിയത് ആദിവാസി യുവാവ്. ചെരിഞ്ഞാനയുടെ കൊമ്പുകൾ ഊരിയെടുത്തെന്ന് സംശയം. ആദിവാസി ഉന്നതിയിലെ യുവാവിനെ വ്യാപക തിരച്ചിൽ. നടക്കാനിരുന്ന 20 ലക്ഷത്തിന്റെ കച്ചവടമെന്ന് സൂചന. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെയും സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും യോഗം വിളിച്ചു മുഖ്യമന്ത്രി. ഈ മാസം 30-നാണ് യോഗം. കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടബലാത്സംഗത്തിന്റെ പെൺകുട്ടിയുടെ തിരോധാനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ പ്രതികൾ ശ്രമിച്ചെന്ന് മൊഴി. ദളിത് മഹാസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് PK രാമൻ മുഖേനയാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് അയൽവാസി നാരായണൻ 24.
കണ്ണൂർ മണോളിക്കാവിലെ CPIM പോലീസ് സംഘർഷത്തിന് പിന്നാലെയുള്ള സ്ഥലം മാറ്റ നടപടിയിൽ സേനയെ അതൃപ്തി പുകയുന്നു. നടപടി നേരിട്ട് ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യം അർപ്പിച്ച് സ്റ്റേഷനിലെ യാത്രയപ്പ് ചടങ്ങ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തുകാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എഴുതിയ മൊമെന്റോ സമ്മാനിച്ചു. സംസ്ഥാനത്തെ കടുത്ത ചൂട് തുടർന്ന് ഇടുക്കി, കൊല്ലം ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വേനൽ കടുത്തതോടെ പല ജില്ലകളിലും അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നുവെന്ന് മുന്നറിയിപ്പ്. മുതലപ്പുഴ അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മീൻപിടുത്തം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള തീരദേശ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം. ഫിഷറീസ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ വൻ ലഹരി സംഘം. പിടിയിലായ അഹിന്ദ മണ്ഡലം, സുഹൈലും ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികൾ. കേസിൽ അറസ്റ്റിലായ ഷാലിക്കിന് 6 തവണ കഞ്ചാവ് കൈമാറിയെന്ന് മൊഴി. കഞ്ചാവ് എത്തിക്കുന്നത് ഒഡീഷ, ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്നെന്ന അന്വേഷണ സംഘം. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കൂട്ടി ഉത്തരവിറങ്ങി. 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത്. ജീവനക്കാരുടെ ക്ഷാമബത്ത 12 നിന്ന് 15% ഉയർന്നു. പെൻഷൻകാർക്ക് 3% ക്ഷേമാശ്വാസവും അനുവദിച്ചു. ആനുകൂല്യം ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം ലഭിക്കും. കോട്ടയം വെച്ചൂരിലുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റവരെ KSRTC അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. ഗുരുതരമായി പരിക്കേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന് ഫിറ്റ്നസ് ഇല്ലെന്നും പരാതി. കണ്ണൂർ ചക്കരക്കല്ലിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരുക്ക്. കുട്ടികൾ ഉൾപ്പെടെ 30ഓളം പേർ ചികിത്സയിൽ. മൂക്കിന് കടിയേറ്റ ഒരാൾക്ക് ഗുരുതര പരുക്ക്. നായയെ ചത്ത നിലയിൽ കണ്ടെത്തി. തൃശൂർ വടക്കാഞ്ചേരിയിൽ പിതാവിനെയും മകനെയും വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് പ്ലാപ്പറമ്പിൽ രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവർ. തിരുവനന്തപുരം കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് നശിപ്പിച്ചു. നടപടി പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിന്റെ സഹായത്തോടെ. വ്യാജ ബോംബ് ഭീഷണി പരിശോധനയ്ക്കിടെ തേനീച്ചക്കൂട് ഇളകി നിരവധി പേർക്ക് പരിക്കേറ്റു. കോട്ടയം കിടങ്ങൂർ പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. BJP പിന്തുണയോടെ ഭരിക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഭരണം നഷ്ടമായി. BJPയിൽ നിന്ന് പുറത്താക്കിയ അംഗം LDFന് അനുകൂലമായി വോട്ട് ചെയ്തു. IPLൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യ 3 മത്സരങ്ങൾ നയിക്കാൻ സഞ്ജു സാംസൺ ഉണ്ടാകില്ല. കൈവിരലിനേറ്റ പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനാകാത്ത സഞ്ജുവിന് വിക്കറ്റ് കീപ്പ് ചെയ്യാൻ NOC ലഭിച്ചില്ല. ബാറ്ററായി സഞ്ജു കളിക്കുമെന്ന് പ്രതീക്ഷ. റിയാൻ പകരം നായകനാകുമെന്ന് പ്രഖ്യാപിച്ച് സഞ്ജു സാംസൺ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്ത. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ കണ്ണിപ്പിടിയിൽ. കസ്റ്റഡിയിലായത് കോഴിക്കോട് കൂടല്ലൂർ സ്വദേശി ജോമോൻ. പ്രതിയെ എക്സൈസ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന്. 24 കണക്റ്റിന്റെയും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സംയുക്ത ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീട് കൈമാറി. വീട് ഒരുങ്ങിയത് ഇടുക്കി ഉപ്പുതറയിലെ ശ്യാമള രാധാകൃഷ്ണൻ ദമ്പതികൾക്ക്. 24 ഫ്ലവേഴ്സ് ഫിനാൻസ് CGM ജയേഷ് സോമരാജൻ താക്കോൽദാനം നിർവഹിച്ചു. അമ്മ അഡ്ഹോക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ മാധ്യമങ്ങളോട് അവഹേളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം CGM കോടതിയിൽ പരാതി നൽകി. തൃശൂർ ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയായി. ഇരയെ കൂട്ടിലിട്ട് പുലിയെ പിടികൂടും. വയനാട് മേപ്പാടി ചൂരൽമല റോഡിൽ കാട്ടാനക്കൂട്ടം. മീനാക്ഷി പ്രദേശത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. യാക്കോബായ സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും നിയുക്ത കാതോലിക്കയുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ബെയ്റൂട്ടിൽ സ്വീകരണം നൽകി. ലബനൻ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഈ മാസം 25-ന് ബെയ്റൂട്ടിലാണ് കാതോലിക്ക വാഴിക്കൽ ചടങ്ങ്. പയ്യന്നൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ബസ് ജീവനക്കാർക്ക് ലഹരി ബോധവൽക്കരണം നടന്നു. MVD വേണുഗോപാൽ അധ്യക്ഷനായ പയ്യന്നൂർ ജോയിന്റ് RTO ലാലി കെ ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷാ ക്ലാസും നടന്നു. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയും ശ്രീ സെന്തിൽ പിക്ചേഴ്സ് ഉടമയും മാജിക് ഫ്രെയിം സിനിമാസിന്റെ ജനറൽ മാനേജറുമായ സെന്തിൽ രാജേഷിന്റെ പിതാവ് M ഗോവിന്ദൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഹൈമാവതിയാണ് ഭാര്യ. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും പന്നിപ്പടക്കം കണ്ടെത്തി. ഫാമിലെ 1-ാം ബ്ലോക്കിൽ വെള്ളപ്പാറയിലാണ് ഉഗ്രസ്ഫോടന ശേഷിയുള്ള പന്നിപ്പടക്കം കണ്ടെത്തിയത്. ഫാമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വാഹനങ്ങൾക്കും ഭീഷണിയെന്ന് പ്രദേശവാസികൾ.
കോഴിക്കോട് വെള്ളയിൽ അങ്കനവാടി അടിച്ചു തകർത്ത ശാന്തിനഗർ സ്വദേശി ശിവകുമാറിനെ പിടികൂടി വെള്ളയിൽ പോലീസ്. വെള്ളയിൽ ശാന്തിനഗറിലെ ശാന്തി തീരം എന്ന അങ്കനവാടിയുടെ വാതിൽ പ്രതി ആയുധം ഉപയോഗിച്ച് അടിച്ച് തകർക്കുകയായിരുന്നു. സർക്കാർ മുതലിന് നാശനഷ്ടമുണ്ടാക്കിയതിന് പ്രതിക്കെതിരെ PDPP ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രമുഖ വാഗ്മിയും കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയുമായ P. അപ്പുക്കുട്ടൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, സാഹിത്യ നിരൂപകൻ, നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 100 ന്യൂസ് തുടരുന്നു. നോക്കാം പ്രധാന അറിയിപ്പ്. JC ഡാനിയൽ വെങ്കല പ്രതിമ നിർമ്മാണോദ്ഘാടനം നാളെ. മന്ത്രി സജി ചെറിയാൻ നാളെ ഉച്ചയ്ക്ക് 2-ന് നിർവഹിക്കും. പ്രതിമ നിർമ്മിക്കുക ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. കേന്ദ്ര സർക്കാർ നിർദ്ദേശാനുസരണം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉൾപ്പെട്ട എല്ലാ കാർഡുകളും ഈ മാസം 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. പോസ്റ്റ് മെഷീൻ വഴിയും മേര KYC ഫേസ് ആപ്പ് വഴിയും മസ്റ്റർ ചെയ്യാം. മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് PG പരീക്ഷ ജൂൺ 15-ന് 2 ഷിഫ്റ്റുകളിലായാണ് പരീക്ഷ. എയിംസ്, ജിപ്മർ മെഡിക്കൽ PG പ്രവേശന പരീക്ഷ മെയ് 17. ദ്വിദിന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് ഈ മാസം 24-25 തീയതികളിൽ 48 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് 9 യൂണിയനുകളുടെ സംയുക്ത സമിതിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ. നോക്കാം ദേശീയ വാർത്ത. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ സംഘർഷം. സ്കൂളുകളും കടകളും അടിച്ചു തകർത്തു. സ്കൂളും കടകളും അടച്ചു. മേഖലയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കി. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ്. കൂടിക്കാഴ്ച അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുന്ന നേപ്പാൾ, ഭൂട്ടാൻ അതിർത്തി മേഖലകൾ സന്ദർശിച്ച ശേഷം ബംഗാളിലെ വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ബെറ്റിംഗ് ആപ്പുകൾ പ്രോത്സാഹിപ്പിച്ചതിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്ത തെലങ്കാന പോലീസ്. റാണ ധഗുപതി, വിജയ് ദേവരകൊണ്ട, പ്രകാശ് രാജ് എന്നിവരുൾപ്പെടെ 25 പേർക്കെതിരെയാണ് കേസെടുത്തത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ കൈമാറുന്നത് വൈകും. ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് US സുപ്രീം ചീഫ് ജസ്റ്റിസിന് റാണ അപേക്ഷ നൽകി. നടപടി US കോടതി റാണയുടെ പുനഃപരിശോധനാ ഹർജി തള്ളിയതിന് പിന്നാലെ. ഡൽഹി കശ്മീരി ഗേറ്റിന് സമീപം സൂചനാ ബോർഡുകൾ വീണ്ടും നശിപ്പിച്ചു. അക്ബർ റോഡിലെ സൂചനാ ബോർഡിൽ കറുത്ത പെയിന്റ് അടിച്ചു. ബോർഡിൽ മഹാറാണ പ്രതാപിന്റെ ചിത്രവും പതിച്ചു. ഇന്ത്യൻ സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ ധനശ്രീ വർമ്മ വിവാഹമോചന കേസ് വേഗത്തിലാക്കാൻ ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 22 മുതൽ ചാഹലിന് IPLന്റെ ഭാഗമാവേണ്ടതിനാലാണ് നടപടികൾ നേരത്തെയാക്കുന്നത്. പിടിയിലായ 13 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയച്ച ശ്രീലങ്ക. ചെന്നൈ വിമാനത്താവളത്തിൽ മത്സ്യത്തൊഴിലാളികളെ സ്വീകരിച്ച ഫിഷറീസ് വകുപ്പ്. തമിഴ്നാട് ടാസ്മാസ് കേസിൽ EDക്ക് തിരിച്ചടി. തിങ്കളാഴ്ച വരെ ED നടപടികൾ മദ്രാസ് ഹൈക്കോടതി വിലക്കി. നാളേക്കകം ED വിശദീകരണം നൽകണമെന്ന നിർദ്ദേശം. ജീവനക്കാരെ അന്യായമായി തടഞ്ഞുവെച്ചതിൽ EDയെ കോടതി അതൃപ്തി അറിയിച്ചു. നോക്കാം രാജ്യാന്തര വാർത്തകൾ. LGBTQ വിഭാഗങ്ങളുടെ പ്രൈഡ് പരേഡുകൾ വിലക്കി ഹംഗറി. പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ മുന്നോട്ട് വെച്ച നിയമത്തിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹൂതികൾക്ക് നൽകുന്ന സഹായം ഉടൻ നിർത്തണം. യമനിലെ ഹൂതികളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ട്രംപ്. പെൻസിൽവാനിയ സർവകലാശാലയ്ക്കുള്ള ധനസഹായം നിർത്തിവെച്ച US. നടപടി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള അത്ലറ്റിക് പങ്കാളിത്ത നയങ്ങൾ ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ആദ്യത്തെ AI തയ്യാറാക്കിയ ദിനപത്രം പുറത്തിറക്കി ഇറ്റലി. 4 പേജുകളാണ് AI ദിനപത്രമായ ഇൽ ഫ്ലോഗിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ പത്രം ന്യൂസ് ചാനലുകളിലും ഓൺലൈനിലും ലഭ്യമായി തുടങ്ങി. വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ ഗവർണർമാരും സംസ്ഥാന വിദ്യാഭ്യാസ കമ്മീഷണർമാരും പങ്കെടുക്കുന്ന ചടങ്ങിൽ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് സൂചന. ഇസ്താംബുൾ മേയർ എക്രം ഇമാമോഗ്ലു അറസ്റ്റിൽ. അഴിമതി, ഭീകരബന്ധം എന്നിവ ആരോപിച്ചാണ് അറസ്റ്റ്. തുർക്കി പ്രസിഡന്റ് തൊയ്യിബ് എർദോഗാന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയാണ് ഇമാമോഗ്ലു. ഇന്ത്യ സന്ദർശിക്കാൻ കോമൺവെൽത്ത് സെക്രട്ടറി സെലക്ടീവ് ഷെർലി ബോച്ച്വേ. സന്ദർശന വേളയിൽ ബോച്ച്വേ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ.
തുടർച്ചയായ മൂന്നാം ദിവസം റെക്കോർഡ് നിരത്തിയ സ്വർണ്ണവില. ഇന്ന് പവന് 160 രൂപ കൂട്ടി 66,480 രൂപയും ഗ്രാമിന് 20 രൂപ കൂടി 8,310 രൂപയുമാണ് വ്യാപാരം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ നായ കാറ്റ് ബോംബോ ക്യാബിയെ സ്വന്തമാക്കി ബംഗളൂരു സ്വദേശി. വില 55 കോടി രൂപ. 75 കിലോഗ്രാം ഭാരവും 30 ഇഞ്ച് ഉയരവുമാണ് നായക്കുള്ളത്. ശീതളപാനീയ കമ്പനി ട്രോപ്പിക്കാനൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. കൂട്ടിയ അളവിൽ മധുരമടങ്ങിയ ജ്യൂസുകളിൽ നിന്നും ആരോഗ്യകരമായ ഡ്രിങ്കുകളിലേക്ക് ആളുകൾ മാറിയതും ട്രോപ്പിക്കാനോയ്ക്ക് തിരിച്ചടി. ബംഗളൂരുവിൽ തൊഴിൽ പ്രതിസന്ധി. കഴിഞ്ഞ വർഷം 1,00,000-ലധികം IT ജീവനക്കാരെ പിരിച്ചുവിട്ടതായ റിപ്പോർട്ടുകൾ. ഈ സാഹചര്യം നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുകയാണ്. സൈബർ സെക്യൂരിറ്റി കമ്പനിയായ വിസിനെ ഏറ്റെടുത്ത് ഗൂഗിളിന്റെ മാതൃകമ്പനി ആൽഫാബെറ്റ്. ഏറ്റെടുക്കൽ $32 ബില്യൺ. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ സുരിനാമിലേക്ക് $1 മില്യൺ യന്ത്രങ്ങൾ അയച്ച ഇന്ത്യ. നടപടി പാഷൻ ഫ്രൂട്ട് വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. ഇന്ത്യൻ സ്മാർട്ട് സിറ്റി മിഷനുമായി കൈകോർക്കാൻ റഷ്യ നൂതന നഗര സാങ്കേതിക വിദ്യയും പരിസ്ഥിതിക സൗഹൃദ പദ്ധതികളും അവതരിപ്പിക്കും. വിശദ ചർച്ചകളുമായി മോസ്കോയിൽ നിന്നുള്ള പ്രതിനിധി സംഘം. 2025-ൽ 2 തവണ പലിശ കുറയ്ക്കുമെന്ന് അമേരിക്കൻ ഫെഡറൽ റിസർവ്. 2 തവണ നിരക്ക് കുറയ്ക്കണമെന്ന് ട്രൂത്ത് സോഷ്യലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെഡറൽ റിസർവിന്റെ താഴ്ന്ന വളർച്ചാ പ്രവചനത്തോട് താൻ വിയോജിക്കുന്നുവെന്നും ട്രംപ്. പുതിയ താരിഫ് പ്രഖ്യാപനത്തിന് ട്രംപ്. അടുത്ത മാസം 2-ന് പുതിയ പ്രഖ്യാപനം വരുമെന്ന് സൂചന. ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്ത് നിരക്ക് വരുമെന്ന് വ്യക്തമാക്കാതെ ട്രംപ്. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം കായിക വാർത്തകൾ. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ ക്വാർട്ടർ ആദ്യപാദ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. സ്പെയിൻ നെതർലൻഡ്സിനെ നേരിടുമ്പോൾ പോർച്ചുഗൽ എതിരാളികൾ ഡെൻമാർക്കാണ്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്ന അർജന്റീനയ്ക്ക് വീണ്ടും തിരിച്ചടി. പരിക്കേറ്റ സ്ട്രൈക്കർ ലൗട്ടാറോ മാർട്ടിനസ് സ്ക്വാഡിൽ നിന്ന് പുറത്ത്. നായകൻ ലിയോണൽ മെസ്സി, ഡിബാല എന്നിവരും പരിക്കേറ്റ് പുറത്തായി. IPL-ന് മുംബൈ ആരാധക പിന്തുണ ആവശ്യപ്പെട്ട് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ. ബാറ്റ് ചെയ്യാൻ പോകുമ്പോഴും പന്തെറിയാൻ തയ്യാറെടുക്കുമ്പോഴും ആരവം മുഴക്കണമെന്ന് ഹാർദിക് പാണ്ഡ്യ. തവണ ഒളിമ്പിക് ചാമ്പ്യനായിട്ടുള്ള ജാപ്പനീസ് ജിംനാസ്റ്റിക് ഇതിഹാസ് മക്കിനോരി നകയാമ അന്തരിച്ചു. അന്ത്യം അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരം ബ്രാൻഡൻ ഫെർണാണ്ടന് ബംഗ്ലാദേശിനെതിരെ ഏഷ്യാ കപ്പ് യോഗ്യതാ മത്സരം നഷ്ടമാകും. ഇന്നലത്തെ മാലദ്വീപിനെതിരായ മത്സരത്തിനിടെയാണ് ബ്രാൻഡന് പരിക്കേറ്റത്. 2026 ഫുട്ബോൾ ലോകകപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. യോഗ്യതാ മത്സരത്തിൽ ബഹ്റൈനെതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ യോഗ്യതാ റൗണ്ട് കളിച്ചു മുന്നേറുന്ന ആദ്യ ടീമാണ് ജപ്പാൻ. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളെ ഇന്ത്യൻ ടീമിന് വൻ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI 58 കോടി രൂപ സമ്മാനമായി നൽകും. താരങ്ങൾ, പരിശീലകർ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് തുക. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ദക്ഷിണ കൊറിയൻ സംഗീത ബാൻഡ് BTSന്റെ മടങ്ങി വരവ് ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ BTS 7 മൊമെന്റ്സ് പ്രൊജക്ട്സിന്റെ ടീസറാണ് BTS ആർമിയുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. തമിഴിൽ ചുവടുറപ്പിച്ച ബബിത ബൈജു ധനുഷിന്റെ നായികയാവാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട്. വേൽ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ICDK ഗണേശ് നിർമ്മിച്ച വിഘ്നേഷ് രാജാണ് സംവിധാനം. പ്രചരിക്കുന്നതിലെ വസ്തുത പരിശോധിക്കാം. ഫാക്ട് ചെക്ക്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നതിനിടെ കോഴിക്കോട് ഐസ് മഴ പെയ്യുന്ന വാദത്തോടൊരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ കേരളത്തിൽ നിന്നുള്ളതല്ല, കർണാടകയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി നാളെ അറിയാം. തിരുവനന്തപുരം നന്ദിയോട് പഞ്ചായത്തിലെ ആലമ്പാറ, പച്ച, നന്ദിയോട്, പാലോട് വാർഡുകൾ നാളെ കുടിവെള്ളം മുടങ്ങും. പമ്പ് ഹൗസിലെ മോട്ടോർ തകരാറാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണം. തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്തിലെ വക്കം, മങ്കുഴി, നിലയ്ക്കാമുക്ക് എന്നിവിടങ്ങളിലെ മത്സ്യ മാർക്കറ്റുകളുടെ നിർമ്മാണോദ്ഘാടനം നാളെ. മന്ത്രി സജി ചെറിയാൻ ഇരു മാർക്കറ്റുകളുടെയും ശിലയിടൽ നിർവഹിക്കും. കോഴിക്കോട് കൊടുവള്ളി, ത്രിവേണി, ചിക്കിങ് എന്നീ ട്രാൻസ്ഫോർമറുകളുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. നിയന്ത്രണം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ.
കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തുന്ന ഈ ചലാൻ അദാലത്ത് നാളെയും തുടരും. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5 വരെ മാനാഞ്ചിറ ട്രാഫിക് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് നടക്കുന്നത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കോഴിക്കോട് മാവൂരിൽ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. 300 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് ഈസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി വിജയ് മണ്ഡൽ. മഹാരാഷ്ട്ര ഛത്രപതി സംഭാജി നഗറിലെ ഫർണിച്ചർ കടയിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. അഗ്നിശമന സേന എത്തി തീയണച്ചു. വിദേശ ജയിലുകളിൽ കഴിയുന്നത് 10,152 ഇന്ത്യക്കാരെന്ന റിപ്പോർട്ടുകൾ. UAE-യിൽ 25 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട്. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി.